വിഭവ സമാഹരണം ജനവിരുദ്ധമാകാത്ത രീതിയിൽ കണ്ടെത്തുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടാകും വികസനം ഉറപ്പാക്കുകയെന്നും അതിനായി നിരവധിയായ വഴികൾ കണ്ടെത്തുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതുപോലെ വിഭവ സമാഹരണത്തിനാവശ്യമായ നിരവധിയായ വഴികൾ നമ്മൾ കണ്ടെത്തും. അതുൾപ്പെടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് അതിനെയും ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ പ്രതിരോധം ചമച്ച് ആവശ്യമുള്ളത്ര നമുക്കുള്ള മൂലധന നിക്ഷേപം ശേഖരിക്കുന്നതിന് പോലെയുള്ള ബോധപൂർവമായ ഇടപെടലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും വിവിധ മേഖലയിൽ നിന്ന് സ്വരൂപിക്കാവുന്ന മൂലധനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി എസ് ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഈ വിഭവ സമാഹരണത്തിലടക്കം ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലേ? മാത്രമല്ല ഇന്നലെയൊക്കെ അരമണിക്കൂർ മാത്രമേ മാധ്യമങ്ങളോട് സംസാരിച്ചുള്ളൂ എന്ന ചില മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എന്നൊക്കെ. അതിലെല്ലാം ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. തീർച്ചയായും വർഷ, ഏതായാലും ഇന്നത്തെ ദിവസം സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കി നവകേരള രേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് പൊതുചർച്ചയ്ക്ക് ഇന്ന് തുടക്കമായിരുന്നു. ഇപ്പോൾ ഇനി അല്പസമയത്തിനകം തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്കുള്ള മറുപടി അത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പി ഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനത്തിൽ നൽകുന്നതായിരിക്കും. ഏതായാലും നിലവിൽ നയരേഖ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ നിർദ്ദേശങ്ങളെ പ്രതിനിധികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 27 പേരാണ് ഈ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഇതുവരെയായി ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. ഏതായാലും നവകേരള നിർമ്മാണം എന്ന ലക്ഷ്യം അത് ഭൂരിഭാഗവും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊന്ന്, രേഖ ജനങ്ങൾക്കിടയിൽ നന്നായ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കാനുള്ളൊരു തീരുമാനവും സിപിഐഎം സംസ്ഥാന സമ്മേളനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ തലമുറയെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ കാർഷിക മേഖല ശക്തിപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ സമാഹരിക്കും, അതിന്റെ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇനി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊന്നും തന്നെ എത്തിയിട്ടില്ല. പക്ഷേ നിരവധിയായ വഴികൾ കണ്ടെത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഒരു കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നു, ജനവിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ അതിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് വ്യക്തമാക്കി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ വികസന നയരേഖ അത് പ്രത്യേകിച്ചും UDF-ൽ നിന്നും LDF-ലേക്ക് ഭരണം ഏറ്റെടുത്തതിന് ശേഷം വലിയൊരു മാറ്റം കേരളത്തിൽ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, ജനങ്ങൾക്ക് മികച്ച ഒരു ജീവിത നിലവാരം ഉറപ്പാക്കുക, ദരിദ്രർ എന്നും ദരിദ്രരായിരിക്കാതെ അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുക, ഇതാണ് CPIM ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നയരേഖ ഈ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF യോഗത്തിലടക്കം ഈ രേഖ ചർച്ച ചെയ്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം വ്യക്തമാക്കിയത്, അതായത് മാധ്യമങ്ങൾ വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാതെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോയി എന്ന തരത്തിലൊക്കെ വാർത്തകൾ നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പ്രത്യേകിച്ചും ചങ്ങാത്ത മുതലാളിത്തം അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കുന്നു. നെഗറ്റീവായ ഒരു കാര്യത്തിന്റെ പുറകിൽ ഏതായാലും പാർട്ടി പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. പക്ഷേ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. പക്ഷേ കേരളത്തിന്റെ താല്പര്യങ്ങളെ ഒരു തരത്തിലും ഹനിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും ഇപ്പോൾ സമ്മേളനത്തിൽ ചർച്ചകൾ ഈ നയരേഖയിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയുമാണ്. വർഷ. ശരി ഷീജ. ശ്രീജയാണ് സമ്മേളന നഗരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.